ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇപ്പോൾ വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നിന്നും സെന്റ് മേരി മേജർ ബസിലിക്കയിലേക്ക് പോവുകയാണ്. മുൻപ് പാപ്പ യാത്ര ചെയ്ത ദേവാലയം, 100-ലധികം തവണ അപ്പോസ്തോലിക സന്ദർശനം നടത്തിയ ദേവാലയം, ആ ദേവാലയത്തിൽ പാപ്പ പൊയ്ക്കൊണ്ടിരുന്ന കാലഘട്ടങ്ങളിലൊക്കെ ഈ വാഹനത്തിൽ പോകുമ്പോൾ ആളുകളെയൊക്കെ കാണുമ്പോൾ പാപ്പ ഇറങ്ങി നിന്ന് അവരെ ആശീർവദിക്കുന്ന ഒരു കാഴ്ച പലപ്പോഴും മാധ്യമങ്ങളിലൊക്കെ കാണാൻ കഴിയുമായിരുന്നു. എന്നാൽ ഇന്ന് കണ്ണീരോടുകൂടെയാണ് ആ ഇരുവശങ്ങളിലുമുള്ള റോമയുടെ ഇരുവശങ്ങളിലുമുള്ള ജനങ്ങൾ പാപ്പയെ യാത്രയാക്കുന്നത്. ഈ ദേവാലയത്തിൽ സെന്റ് മേരി മേജർ ബസിലിക്ക 4 പ്രധാനപ്പെട്ട ബസിലിക്കകളിൽ ഒന്നാണ്. ആ ബസിലിക്കകളിൽ പാവപ്പെട്ടവരെയും ഭവനരഹിതരായ ആളുകളെയും രോഗശൈലിയിലുള്ള ആളുകളെയും ജയിലിൽ കഴിയുന്ന തടവ് പുള്ളികളെയൊക്കെ കാണാൻ തിരഞ്ഞെടുത്തൊരു ദേവാലയമാണ്. ആ ദേവാലയത്തിലേക്കാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അന്ത്യവിശ്രമം കൊള്ളുവാനാക്കൊണ്ട് തിരഞ്ഞെടുത്തത്. കത്തോലിക്ക സഭ ഏറ്റവും പ്രാധാന്യത്തോടെ നൽകുന്നത് പരിശുദ്ധ മാതാവിനെയാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അതേ മാതാവിൻ്റെ നാമധേയത്തിലുള്ള ദേവാലയം, അതേ മാതാവിൻ്റെ സാന്നിധ്യമുള്ള ദേവാലയം, ആ ദേവാലയത്തിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഞായറാഴ്ച മുതൽ, അതായത് നാളെ മുതൽ പൊതുജനങ്ങൾക്കും പാപ്പയുടെ കല്ലറയിൽ പ്രാർത്ഥിക്കുവാനെ കൊണ്ടുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട്. സാധാരണഗതിയിൽ മാർപ്പാപ്പമാരെയൊക്കെ അടക്കം ചെയ്യുന്നത് പോലെ ഉയർന്ന പീഠത്തിലല്ല ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഖബറടക്കം നടക്കുന്നത്. സാധാരണ ഒരു വിശ്വാസി എങ്ങനെയാണോ അടക്കുന്നത് അതേപോലെ തന്നെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അടക്കവും നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ലാളിത്യം തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത്. എന്നോടൊപ്പമുള്ളത് കോഴിക്കോട് താമരശ്ശേരി രൂപതയുടെ ചാൻസലർ ഫാദർ സെബാസ്റ്റ്യൻ അച്ഛനാണ്. അച്ഛാ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉയർന്ന പീഠത്തിലല്ല പരിശുദ്ധ പിതാവിൻ്റെ ഖബറടക്കം. അത് അദ്ദേഹത്തിൻ്റെ ലാളിത്യത്തെ സൂചിപ്പിക്കുന്നതല്ലേ? സാധാരണ ഒരു വിശ്വാസി എങ്ങനെയാണോ അടക്കം ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹം പറയുകയുണ്ടായിരുന്നു, ക്രിസ്തുവിൻ്റെ ശിഷ്യനായ എനിക്ക് അലങ്കാരങ്ങളൊന്നും എൻ്റെ കല്ലറയിൽ വേണ്ട, ഫ്രാൻസിസ്കോ എന്നുള്ള നാമധേയത്തെ മാത്രം മതി എന്ന് പറയുകയും ചെയ്തിരുന്നു. അങ്ങനെയല്ലേ നമുക്കതിനെ വിശേഷിപ്പിക്കാൻ കഴിയുക? തീർച്ചയായിട്ടും അജി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ലാളിത്യവും ദരിദ്രരുടെ പക്ഷം ചേരാനുള്ള താല്പര്യവുമാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വിലാപയാത്രയുടെ ഈ നിമിഷങ്ങളിൽ പോലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ കല്ലറ അല്ലെങ്കിൽ മഞ്ചം വഹിക്കേണ്ട സ്ഥിതി ചെയ്യേണ്ട സ്ഥലം തറ നിരപ്പിനോട് ചേർന്നത് മതി എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ളൊരു താല്പര്യമാണ്. മറ്റു പിതാക്കന്മാരെ പോലെയോ വ്യക്തികളെ പോലെയോ ഒന്നും തൻ്റെ കല്ലറ ഉയർന്നു വേണ്ട എന്നുള്ളൊരു വ്യക്തിപരമായൊരു താല്പര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നുള്ളത് വളരെ നിർമ്മലവും അതുപോലെ തന്നെ ലാളിത്യവുമാർന്നൊരു ജീവിതം, ആ ഒരു ശൈലി തൻ്റെ അവസാന നിമിഷവും ഉണ്ടായിരിക്കണം. അത് ലോകത്തിന് നൽകേണ്ട ഒരു സന്ദേശമായിരിക്കണം എന്നുള്ളത് മാർപ്പാപ്പയ്ക്ക് പ്രത്യേകം താല്പര്യമുള്ളൊരു വസ്തുതയാണ്. തീർച്ചയായിട്ടും അത് അദ്ദേഹം സ്വന്തമാക്കിയത് ഈശോ സഭയുടെ ഒരു ചൈതന്യമുണ്ട്. ക്രിസ്തുവിൻ്റെ പുൽത്തൊഴുത്തിൽ പിറന്ന ഈശോയുടെ ജീവിതത്തിൻ്റെ ചൈതന്യമുണ്ട്. ഇതൊക്കെയാണ് അദ്ദേഹം ജീവിതത്തിൽ നിന്ന് സ്വന്തമാക്കി സ്വായത്തമാക്കി എടുത്ത അമൂല്യമായിട്ടുള്ള ചില മൂല്യങ്ങളായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അവസരങ്ങളിലും അത് നിറഞ്ഞു നിന്നിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹം പരിശുദ്ധ പിതാവായതിനു ശേഷവും ഇവിടെ പോകുമ്പോഴും തൻ്റെ പെട്ടികൾ, തൻ്റെ സാധനങ്ങൾ അടങ്ങിയിരിക്കുന്ന അടങ്ങിയിരിക്കുന്ന പെട്ടികൾ, വസ്ത്രം അടങ്ങിയിരിക്കുന്ന പെട്ടികളുമൊക്കെ അദ്ദേഹം വഹിക്കുന്നത് അദ്ദേഹം തന്നെയാണ്. അതിന് പ്രത്യേകിച്ച് അതിന് ആരെങ്കിലും അസിസ്റ്റൻ്റുമാരെയോ സ്റ്റാഫിനെയോ ഒന്നും വയ്ക്കുവാനോ അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീങ്ങുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ലോകം കാണുവാനായിട്ട് ഇടവന്നത്. അതുപോലെ തന്നെ റോമിൻ്റെ ചുറ്റുവട്ടത്തുള്ള കടകളിലൊക്കെ പോകുമ്പോഴും ആരെയും അതിനു വേണ്ടിയിട്ട് നിർബന്ധിക്കാതെ ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ ഈ കടകളിൽ ആൾക്കാരെ കാണുവാനെ ഗ്രീറ്റ് ചെയ്യാനായിട്ട് പോകാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ തൻ്റെ തലമുടി വെട്ടുവാനായിട്ട് അദ്ദേഹം പോയിരുന്ന കട അത് റോമിന് പുറത്തുള്ളൊരു കടയായിരുന്നു. അങ്ങനെ ഒരു സാധാരണക്കാരൻ്റേതായിട്ടുള്ളൊരു ജീവിതവും ജീവിത നൈർമല്യവുമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലുമൊക്കെ വഹിച്ചിരുന്നത്. അതുപോലെ ഈസ്റ്ററിന് സന്ദേശമായിട്ട് ഒരു വർഷം തൻ്റെ ഈ റോമിൻ്റെ പരിസരങ്ങളിൽ താമസിക്കുന്ന നിരാലംബരായിട്ടുള്ള ആൾക്കാരുടെ അടുക്കിലേക്കാണ് പോയത്. റോമിലും നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ വലിയ ഒരു സിറ്റിയായിട്ട് നമ്മൾ ഗണിക്കപ്പെടുമ്പോഴും അതിൻ്റെ ചേരികൾ, അതിൻ്റെ അരികിലായിട്ട് പാർശ്വങ്ങളായിട്ട് ധാരാളം ചേരികളുണ്ട്. അവിടെ ഒരുപക്ഷെ
മറ്റ് കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് പലപ്പോഴും അവിടങ്ങളിൽ താമസിക്കുന്നത്. അവർ സാധാരണ ജോലിക്കായിട്ട് പോകുന്നവർ, പലരും ജോലിയില്ലാത്തവർ. അപ്പോൾ അങ്ങനെയുള്ളൊരു ചേരികൾ ധാരാളമുണ്ട്. ആ ചേരികളിലാണ് പല അവസരങ്ങളിലും ഫ്രാൻസിസ് മാർപ്പാപ്പ ഈസ്റ്ററിൻ്റെയും ക്രിസ്മസിൻ്റെ സന്ദേശമായിട്ട് പോകാറുണ്ടായിരുന്നു. ഇതെല്ലാം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതത്തിൻ്റെ ഒരു ചൈതന്യം തന്നെയാണ് കാണുന്നത്. മാത്രമല്ല ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രത്യേകമായുള്ള സന്ദേശങ്ങൾ, ആശംസകൾ, വിവാഹത്തിൻ്റെ വാർഷികങ്ങൾ ആഘോഷിക്കുന്നവർക്കും പ്രത്യേകമായിട്ടുള്ള ഏതെങ്കിലും ജീവിതത്തിൻ്റെ നിർണായകമായ അവസരങ്ങളിലൂടെ ആഘോഷങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് നൽകാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെ നൽകപ്പെടുന്ന അവസരങ്ങളിൽ വത്തിക്കാൻ അപ്രകാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നൽകുമ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഫീസ് സ്വീകരിക്കാറുണ്ടായിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ഫീസുകളെല്ലാം അഗതികൾക്ക് വേണ്ടിയിട്ട്, അവരുടെ പരിപാലനത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുകയാണ് ചെയ്തത്. അതിനുവേണ്ടി തന്നെ അതിൻ്റെ ചുമതല വഹിക്കുവാനായിട്ട് ഒരു കർദിനാളിനെ അദ്ദേഹം പ്രത്യേകമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് നൽകുകയും ചെയ്തു. അതായത് തനിക്ക് പാരിതോഷികമായിട്ടും ഒക്കെ ലഭിക്കുന്ന ചെറിയ തുകയാണെങ്കിലും വലിയ തുകയാണെങ്കിലും എന്തെല്ലാമാണെങ്കിലും അതെല്ലാം അഗതികൾക്ക് വേണ്ടിയിട്ട്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുവാനായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ഏറെ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതും, റോമിൽ ഏകദേശം 4-5 മദർ തെരേസായുടെ ഭവനങ്ങളുണ്ട്. ഒരുപാട് പേര് അവിടെ അഗതികളായിട്ട് താമസിക്കുന്നുണ്ട്. അവരുടെ ഭവനങ്ങൾ മിക്കവാറും വർഷങ്ങൾ സന്ദർശിക്കുവാനായിട്ട്, അവരോടൊപ്പം ഒരു സായാഹ്നം ചെലവഴിക്കുവാനുമൊക്കെയായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത് എത്രമാത്രം ഒഴിവാക്കപ്പെട്ടവർ, നിരാലംബർ, ആശ്രയമറ്റവരെയൊക്കെ സ്നേഹിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം തന്നെയാണ് കാണിക്കുന്നത്. അതിലേറ്റവും ശ്രദ്ധ പ്രതിക്കുന്ന ഒരു കാര്യം അഭയാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയാണ്. പ്രത്യേകിച്ച് സിറിയൻ യുദ്ധം നടക്കുന്ന ഒരു സന്ദർഭത്തിൽ അവിടെയുള്ള അഭയാർത്ഥികൾക്ക് ഇടമില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ റോമിലുള്ള വൈദികരോട് പറയുകയാണ്, നിങ്ങളുടെ വൈദിക ഭവനങ്ങളിൽ അവർക്കുള്ള റൂമുകൾ ഒരുക്കണമെന്ന്, ആ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അപ്രകാരം ആവശ്യപ്പെടുകയും ധാരാളം വൈദിക ഭവനങ്ങളിൽ ഇപ്രകാരം സിറിയയിൽ നിന്ന് വന്ന അഭയാർത്ഥികളെ സ്വീകരിക്കുകയും പിന്നീട് അവിടെയുള്ള ജോലികളിലേക്ക് അവർക്ക് പ്രവേശിക്കാനും ഇന്നിപ്പം ഇറ്റലിയിലും ജർമ്മനിയിലുമൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനുമൊക്കെ ആയിട്ട് ആ സമൂഹങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ചിത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഈ പാതയോരങ്ങളിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അന്തിമയാത്ര അയക്കുവാനായിട്ട് അപ്രകാരം ഒരു കാലത്ത് യൂറോപ്പിലേക്ക് കടന്നു വന്ന അഭയാർത്ഥികളായിട്ടുള്ള ധാരാളം വ്യക്തികൾ യൂറോപ്പിൻ്റെ പല ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ അഭയാർത്ഥികളുടെ ഒരു മാർപ്പാപ്പയാണിത്. അതുകൊണ്ട് തന്നെ വത്തിക്കാൻ്റെ ചതുരത്തിൽ പ്രത്യേകിച്ച് ഒരു ഷിപ്പിൻ്റെ ആകൃതിയിൽ പല രാജ്യങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികൾ കടന്നു പോകുന്ന ഒരു ബിംബം അല്ലെങ്കിൽ ഒരു രൂപം അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് വത്തിക്കാൻ്റെ ചതുരത്തിൻ്റെ ഒരു സൈഡിലായിട്ട്. അതെല്ലാം സഭ നിൽക്കുന്നത്, നമ്മുടെ സമൂഹം നിൽക്കേണ്ടത് അഭയാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ്. ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, ജീവിതമാർഗങ്ങൾ സ്വന്തം നാട്ടിൽ നഷ്ടപ്പെട്ട വ്യക്തികളെ പരിപാലിക്കുവാൻ, അവർക്ക് ജീവിതമാർഗം ഒരുക്കുവാനായിട്ട് എല്ലാ നാട്ടിലുമുള്ളവർക്ക് അതിനുള്ള ഉത്തരവാദിത്തമുണ്ട് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുകയാണ്. ഒരിക്കൽ അദ്ദേഹം സിറിയ സന്ദർശിച്ച് വരുന്ന സന്ദർഭത്തിൽ തന്നോടൊപ്പം അവിടെ നിന്ന് 2 ഫാമിലിയെയും കൂട്ടിക്കൊണ്ടാണ്, 2 കുടുംബത്തെയും കൂട്ടിക്കൊണ്ടാണ് അദ്ദേഹം യൂറോപ്പിലേക്ക് വരുന്നത്. തുടർന്ന് അദ്ദേഹം ഇറ്റാലിയൻ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടുകയും ചെയ്തു, ഇവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പരിരക്ഷയും ഇറ്റാലിയൻ ഭരണകൂടം ഒരുക്കണമെന്ന്. അത് ലോകത്തിന് നൽകുന്ന വലിയൊരു ദർശനം തന്നെയാണ്. അഭയാർത്ഥികളെ സ്വീകരിക്കാനായിട്ട് മടി കാട്ടുന്ന ഈ ലോകത്തിൽ അഭയാർത്ഥികളും ക്രിസ്തുവിൻ്റെ അഭയാർത്ഥികളിലൂടെയും ക്രിസ്തു ജീവിക്കുന്നു എന്നുള്ളത് മനസ്സിലായിക്കൊണ്ട് ഈ ലോകത്തിന് വലിയൊരു ദർശനം തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകുന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഒരു വിസ്മയമായിട്ട് നമ്മുടെ മുൻപിൽ നിൽക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ദൃശ്യങ്ങളിൽ അച്ഛൻ പറഞ്ഞ പോലെ തന്നെയാണ്. കാരണം ഇത്രയും ആളുകൾ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ വഴിയരികിൽ കാത്തു നിൽക്കുന്ന ദൃശ്യം, അത് റോമിൻ്റെ ചരിത്രത്തിൽ, ഒപ്പം തന്നെ മാർപ്പാപ്പമാരുടെ ചരിത്രത്തിലൊക്കെ അപൂർവങ്ങളിൽ അപൂർവമാണ്. അപൂർവ നേട്ടങ്ങൾ മാത്രമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഇപ്പോഴും സമ്മാനിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് പറയാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ 2013 മുതൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവൃത്തിയും അങ്ങനെ തന്നെയായിരുന്നു. നിലപാട്